ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി എല്ലാ ബ്യൂട്ടി പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുവെന്ന് ഒരുപാട് റിയാക്ഷൻസ് വീഡിയോസ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കല്യാണിയുടെ ഒരു ഫേക്ക് കാണുന്നു, ഫേക്ക് മുഖമാണ് നമ്മൾ കാണുന്നത്. അവരവരുടെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരെയും പറ്റിച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഞാൻ മുമ്പ് എൻ്റെ ഈ ചാനലൊരു നേച്ചുറൽ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെ വീട്ടിൽ നമ്മുടെ നേച്ചുറലായിട്ട് ലിപ്സ്റ്റിക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൽ ഞാൻ മുടി ഫ്രണ്ടിലിട്ടുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത്. ആ ഒരു സമയത്ത് എനിക്ക് മാക്സിമം പോലെ ഒരു 450 സബ്സ്ക്രൈബേഴ്സായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇട്ട സമയത്ത് എന്നെ ഒരു പാലക്കാടുള്ള പച്ചില ടീംസ് സമീപിച്ചു. അവരുടെ ഹെയർ ഓയിൽ അതൊന്ന് പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഒറ്റ അടിക്കാൻ നമുക്ക് എന്താ ഒരു 10,000 20 അത്രയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ട് തരാമെന്നാണ് അവരുടെ കണ്ടീഷൻ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു ഇത് നല്ലൊരു ചാൻസ് അല്ലേ. പിന്നെ വിചാരിച്ചു ഒരു വെറും 450 സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അത് ഇവരെന്നെ പ്രാങ്ക് ചെയ്യാൻ ആരെയും വിളിച്ചതാണോ? എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. കാരണം അത്ര കുറച്ച് സബ്സ്ക്രൈബറുള്ള എന്നെ ആരും ഒരു പ്രൊമോഷന് വേണ്ടി വിളിക്കില്ല. ഇത് മൊത്തം പ്രാങ്കായിരിക്കും. പക്ഷേ അവരുടെ എല്ലാ ലോഗോയും അവരുടെ ഫുൾ ഡീറ്റെയിൽസും വളരെ ജെനുവിനായിട്ട് എനിക്ക് പറഞ്ഞെന്ന് അയച്ചു തന്നു. എല്ലാം ശരി തന്നെ. പക്ഷേങ്കിൽ ഞാൻ ആ സമയത്ത് ആലോചിച്ചത്, ഞാൻ 8ാം ക്ലാസ് മുതലാണ് മുടി വളർത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ടിപ്പ് വരെ എൻ്റെ മുടിക്ക് എന്താ പറയേണ്ട, മുടി കൊഴിച്ചിൽ കാര്യമായിട്ടില്ല, മുടിയുടെ ലെങ്ത്ത് കുറയുന്നില്ല, ഒന്നുകൊണ്ടൊരു പ്രശ്നവുമില്ല. എന്നെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സുമാർ, അന്ന് തൊട്ട് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുമാർക്ക് ഇപ്പോഴും കണ്ടാൽ ചോദിക്കാം, നിൻ്റെ മുടി എന്താ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്, എന്താ ഇതിൻ്റെ സീക്രട്ട്, ഒന്ന് പറഞ്ഞാന്ന് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. മാത്രമല്ല ഞാൻ സ്ഥിരമായിട്ട് ബസ്സിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് നമ്മളെ പരിചയപ്പെടുക, ചേച്ചി എന്താ മുടീൻ്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞുതരോ, ഇതും ചോദിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട് എന്താ ഇതിൻ്റെ സീക്രട്ട് എന്ന്. അപ്പം എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരെന്നോട് എപ്പോഴും ചോദിക്കും, ഒന്ന് പറഞ്ഞതാ എങ്ങനെ ഈ മുടിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതായി മുടി. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലിയിൽ എല്ലാവർക്കും ഇതേ ലെങ്ത്തിലും ഇതേ തിക്നെസ്സിലും മുടിയുണ്ട്. മാത്രമല്ല എൻ്റെ മോനും ജനിച്ചപ്പോൾ തൊട്ട് അവനും നല്ല കട്ടിക്ക് മുടിയുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അവൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരെണ്ണയും ഞാൻ ഉപയോഗിക്കാറില്ല. അമ്മ വല്ലപ്പോഴും എണ്ണ കാച്ചും, അതുതന്നെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു എണ്ണ ഉപയോഗിക്കും. അല്ലാതെ ഞാൻ പ്യുവറായിട്ട് ആട്ടിയ വെളിച്ചെണ്ണ അതിൻ്റെ തലയിൽ ഉപയോഗിക്കാറ്. സ്പെഷ്യലായിട്ട് ഒരു എണ്ണയും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കുന്ന ടീംസിനെ പറ്റിക്കുന്നതല്ലേ എന്ന് എൻ്റെ മനസ്സാക്ഷി തോന്നി. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ഞാൻ എൻ്റെ മുടിയിൽ ഡെയിലി മണ്ണെണ്ണ അല്ല ഡീസൽ പെട്രോൾ തേച്ചിട്ടാണ് ഈ മുടിയെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അവരത് വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഓയിലിൻ്റെ പ്രൊമോട്ട് ചെയ്താൽ അത് എന്താ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ പറ്റിച്ച് മുന്നോട്ട് പോകുന്നതെന്നുള്ള എൻ്റെ മനസ്സാക്ഷിക്ക് അതൊരു ശരിയില്ലായ്മ തോന്നി. അതായത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ സമീപിച്ചിരുന്നു അത് ചെയ്യണമെന്നോ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഉപയോഗിക്കാത്തൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഫേക്ക് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു റീച്ച് നിൻ്റെ ചാനലിൽ വേണ്ട, ഉള്ളതൊക്കെ മതി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ ഇങ്ങോട്ട് വന്ന് ചെയ്തോളാം, അങ്ങോട്ട് പോയി കാല് പിടിക്കുക, അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട എന്നുള്ള ഹസ്ബൻഡ് തീർത്ത് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇത് ഒഴിവാക്കി. അവരോടും പറഞ്ഞു അത് പറ്റില്ല, അത് ശരിയാവില്ലെന്നും പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ ഈ പലരും ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, പൈസക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. ഈ രാവിലെ ഒരു പ്രൊഡക്റ്റ്, ഉച്ചയ്ക്ക് മറ്റൊരു പ്രൊഡക്റ്റ്, അങ്ങനെ മാറിയിട്ടായിരിക്കും ഇവരിങ്ങനെ ഓരോ സമയത്ത് സൺസ്ക്രീൻ ആയിക്കോട്ടെ മറ്റ് പലതും. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, കാരണം എൻ്റെ വളരെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു പൗഡർ പോലും ജനിച്ചപ്പോൾ തൊട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ മുടിയിൽ മൊത്തം താരനായിരുന്നു ജനിച്ച സമയത്തേ തുടങ്ങിയിട്ട്. തലയിലായിക്കോട്ടെ പുരികത്തിലായിക്കോട്ടെ, ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത് മനസ്സിലാവും. എന്നിട്ട് പോലും ഞാൻ അത് താരനുണ്ടായാലും മുടി കൊഴിച്ചിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. മുടി കൊഴിയൊന്നുമില്ല. ഇനി കൊഴിയില്ല എന്നല്ല, ഇത്രയും വർഷമായിട്ട് ഒരു കൊഴിച്ചിൽ ഒരു മാറ്റവും ഇല്ല.
അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ എല്ലാ യൂട്യൂബേഴ്സിനെയും വിശ്വസിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവരെന്ത് പറഞ്ഞാൽ അത് ശരിയാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ മുടിയുടെ രഹസ്യം ഇതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആരും ചതിയിൽപ്പെട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിതുവരെ ഒരു യൂട്യൂബേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒരു പൗഡറോ ഒന്നുപോലും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു വർഷത്തോളം ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ലിപ്സ്റ്റിക്ക് മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ അതും ഞാൻ നേച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ടാറ്റ.